അയാളുടെ സ്റ്റാറ്റസ് നോക്കിയവൾ മൂന്നാറിലെ റിസോർട്ടിന് മുന്നിൽ നിന്ന് മനോഹരമായി പാടുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. പഴയ ഓർമ്മകളിലേക്ക് പോയി. ഇതുപോലെ മനോഹരമായി ഒത്തിരി തവണ പാടി തന്നിട്ടുണ്ട്. ആ പാട്ടിലാണ് സൗഹൃദം മാറി അതൊരു പ്രണയത്തിലേക്ക് പോയതും. ഇച്ചേട്ടാ, ഒരു വട്ടം കൂടി പാടിത്തരുമോ? എൻ്റെ പൊന്നിന് ഏത് പാട്ടാ വേണ്ടേ? എന്നും പാടിത്തരുന്ന ഏത്? അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. നിനക്ക് എത്ര കേട്ടാലും മടുക്കുന്നില്ലേ? ഈ ശബ്ദത്തിലാണെങ്കിൽ മരണം വരെ മടുക്കില്ല വിച്ചേട്ടാ. അവൾ കണ്ണുകൾ അടച്ചു. ഓർമ്മകൾ വീണ്ടും കവിളിണയിൽ ചിത്രം വരച്ചു തുടങ്ങി. പരിശുദ്ധ പ്രണയമായിരുന്നില്ല അയാൾക്ക് വേണ്ടിയിരുന്നത്. അതറിഞ്ഞപ്പോൾ തകർന്നു പോയി. എല്ലാവരെയും പോലെ ടൈം പാസ് മാത്രമാണ് താനെന്നറിഞ്ഞപ്പോൾ പ്രണയം പോലും വെറുത്തുപോയി. ഇന്നയാൾ സന്തോഷിക്കുകയാണ്, പ്രണയം തുളുമ്പുന്ന ഗാനത്തോടൊപ്പം തൻ്റെ പ്രിയതമയെയും ചേർത്ത് പിടിച്ച്. ആ കണ്ണുകളിൽ പ്രണയമാണ്, അയാളുടെ ഭാര്യയോടുള്ള പ്രണയം. അപ്പോൾ ഞാൻ കണ്ട കണ്ണുകളിൽ എന്തായിരുന്നു? അതും പ്രണയമായിരുന്നു. അറിയില്ല. എല്ലാവരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അയാളെയും വിശ്വസിച്ചു. അതാണിങ്ങനെ നീറുന്നതും. നാട്ടിലെ ഉത്സവത്തിൻ്റെ അന്നാണ് അയാളെ ആദ്യമായി കണ്ടത്. തൻ്റെ നൃത്തത്തിന് ശേഷം അവരുടെ ഗാനമേള ആയിരുന്നു. ഇയാളുടെ നൃത്തം ഗംഭീരമായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു. നൃത്തവും ആളിനെയും. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരെയും പോലെ ഒരാൾ, അത്രയേ ചിന്തിച്ചുള്ളൂ. രാഗം മ്യൂസിക് ബാൻഡിലെ ഗായകൻ ചടുലമായ മെയ്വഴക്കത്തോടെ ആടിയും പാടിയും നാട്ടുകാരെ മുഴുവൻ കയ്യിലെടുത്തു. അന്നാദ്യമായാണ് ആ ഗാനം അയാളുടെ സ്വരത്തിൽ കേട്ടത്. അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. എൻ്റെ ഫേവറേറ്റ് പാട്ട്. എന്തോ അത് കേട്ടപ്പോൾ ഒരിഷ്ടം തോന്നി. ഓരോ വരിയും എന്നെ നോക്കിയാണ് പാടിയതുപോലും. അനുരാഗത്തിൻ്റെ ചുവപ്പ് എന്നിൽ പടർന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. ചില ദിവസങ്ങളിൽ പുലരുവോളം അയാളുടെ വാക്കുകൾ കേട്ടിരുന്നിട്ടുണ്ട്. പ്രണയാർദ്രമായ നിമിഷങ്ങൾ. ഞാൻ വിളിച്ചാൽ ഒരു ദിവസം എൻ്റെ കൂടെ വരുമോ? പലപ്പോഴും അയാൾ ചോദിക്കുമായിരുന്നു. ഒരു ദിവസം മുഴുവൻ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഡാൻസ് ക്ലാസ്സിന് മുന്നിലെ ജ്യൂസ് ഷോപ്പിൽ വന്നാൽ മതി വിച്ചേട്ടാ. അതാകുമ്പോൾ ആർക്കും ഒരു സംശയവും തോന്നില്ല. അതിനയാൾ ഒരുക്കമല്ലായിരുന്നു. അയാളോടൊപ്പം ചെല്ലാത്തതിൻ്റെ പേരിൽ പിണക്കങ്ങൾ പതിവായിരുന്നു. മെസ്സേജിന് റിപ്ലൈ തരാതെ, വിളിച്ചാൽ എടുക്കാതെ, മൗനം കൊണ്ട് ഒത്തിരി വേദനിപ്പിച്ചു. ചില സമയം ബ്ലോക്കിങ്ങിലേക്ക് നീണ്ടു. ഇനി നീ എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യരുത് കേട്ടോടി. പിന്നെ കേട്ടാലറയ്ക്കുന്ന തെറിയും. അതായിരുന്നു അവസാന മെസ്സേജ്. ഏത് മറ്റവനെ നോക്കിയിരിക്കാടി എന്നും പറഞ്ഞ് മൊബൈൽ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഹരി അവളെ പിടിച്ചു ബെഡിലേക്കിട്ടു. മദ്യത്തിൻ്റെയും വിയർപ്പിൻ്റെയും രൂക്ഷഗന്ധം അവളെ വീർപ്പ് മുട്ടിച്ചു. അയാളുടെ ബലിഷ്ടമായ കരങ്ങൾക്കുള്ളിൽ ഒന്ന് എതിർക്കുവാൻ പോലും കഴിയാതെ കിടക്കുമ്പോൾ അയാൾ അവളിലേക്ക് അമർന്നുകൊണ്ടിരുന്നു. കരയാൻ പോലും കഴിയാതെ മനസ്സും ശരീരവും മരവിച്ച് കിടക്കുമ്പോൾ ഒരു കിതപ്പോടെ അവളിൽ നിന്ന് എഴുന്നേറ്റയാൾ. ശവം, ഒന്നിനും കൊള്ളാതെ ഓരോന്നിനും ഉണ്ടാക്കി വിട്ടോളും നിന്നെയൊക്കെ. കുറച്ച് ചീത്തയും പറഞ്ഞ് ചുമരിലേക്ക് അവളെ പിടിച്ചു തള്ളി. അയാളുടെ ആവശ്യവും കഴിഞ്ഞ് കുപ്പിയിലെ അവസാന തുള്ളിയും അകത്താക്കി അയാൾ കട്ടിലിൻ്റെ ഓരത്തായി കിടന്നു. നെറ്റിയിൽ നിന്നിറങ്ങിയ ചോരയെ വകവയ്ക്കാതെ അവളിരുന്നു. അയാളുടെ കൂർക്കം വലി ഉയർന്നു കേൾക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ പകുതിയും കട്ടിലിനു പുറത്താണ്. അയാളെ വലിച്ചു ചിരിച്ചു കിടത്തി. വീണാൽ അതിനുള്ള ശിക്ഷയും വാങ്ങേണ്ടി വരും. ഇതുപോലെ എത്രയെത്ര രാത്രികൾ. എല്ലാം ശീലമായി കഴിഞ്ഞു. വലിച്ചെറിഞ്ഞ ഫോൺ നോക്കിയെടുത്തു. പകുതിയും പൊട്ടിയിരിക്കുന്നു. വാട്സപ്പ് തുറന്നു നോക്കി. അയാളുടെ സ്റ്റാറ്റസ് പുതിയതൊരെണ്ണം കൂടി. ജീവിതത്തിൽ പ്രണയം തോന്നിയ ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ്. അവളെയും ചേർത്ത് പിടിച്ച് പ്രണയാർദ്രമായ ഹണിമൂൺ പിക്ക്. ഈ അടുത്താണ് ബ്ലോക്ക് മാറ്റിയത്. അയാളുടെ വിവാഹം അറിയിക്കാൻ വേണ്ടിയായിരിക്കും. കണ്ണുകൾ അടച്ചു. അയാളുടെ ഓർമ്മകൾ. നീ എൻ്റെ അല്ലേ? എൻ്റെ പൊന്നല്ലേ? നിന്നെ എനിക്കൊരു സുഹൃത്തായി കാണാൻ പറ്റില്ല. എന്നോട് മിണ്ടാതിരിക്കല്ലേ, ഞാൻ ചാവും. കാണണോ ലൈവ്? എനിക്കിപ്പോൾ കാണാൻ തോന്നുന്നുണ്ട്. നമുക്ക് ഒരു ഡേ എങ്ങോട്ടെങ്കിലും പോയാലോ? എനിക്കിഷ്ടമാണ് തന്നെ. ജീവിതം മടുക്കുമ്പോൾ താൻ ചാവാനൊന്നും നിൽക്കണ്ട. എന്നോട് പറയും, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരുമ്മ തരുമോ? ഒരുമ്മ താടി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. വീണ്ടും ആ പാട്ട് അവളുടെ ചെവിയിൽ മുഴങ്ങി. അറിയാതെ എൻ തെളിവേനലിൽ
കുളിർമാരിയായി പെയ്തു നീ. മറക്കുവാൻ ആഗ്രഹിച്ചത്, പക്ഷെ പറ്റുന്നില്ല. ദുരിതപൂർണമായ ഈ ജീവിതത്തിൽ ഒരിത്തിരിയെങ്കിലും ആശ്വാസം തോന്നുന്നത് അവഗണനയും വേദനയും മാത്രം തന്ന അയാളുടെ ഓർമ്മകൾ മാത്രമാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.